തിരിച്ചെത്താം. ശ്രീ മഞ്ചവിളാകം ജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മഞ്ചവിളാകം ജയകുമാർ, ഈ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായ പ്രതിഷേധത്തിൽ കോൺഗ്രസിന്റെ സമീപനം വലിയ രീതിയിൽ ചോദ്യം ചെയ്യുകയാണ്. കേരളത്തിലെ പല നേതാക്കളും അത് ചോദ്യം ചെയ്തു. ഐക്യനിര തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നതാണ് ഉയരുന്ന വിമർശനം. ഇവിടെയും INTUC പ്രത്യേകമായിട്ടാണ് പണിമുടക്കിൽ നിന്നും മാറി പ്രത്യേകമായിട്ടായിരുന്നു സമരരംഗത്തുണ്ടായിരുന്നത്. നോക്കൂ, കഴിഞ്ഞ 11 വർഷ കാലഘട്ടത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 64 കോടിയോളം വരുന്ന തൊഴിലാളികൾക്കെതിരെയുള്ള അവരുടെ ജീവിതം നരകതുല്യമാക്കിയതിനെതിരെയാണ് ഇന്നത്തെ സമരം. ഈ സമരം ഭാരതത്തിൽ INTUC ആണ് നേതൃത്വം നൽകിയത്. നമുക്കറിയാം, INTUC തന്നെ 5 കോടി അംഗങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. BMSനുള്ളത് 1.5 കോടി അംഗങ്ങളാണ്. CITUവിന് 50 ലക്ഷവും AITUCക്ക് 75 ലക്ഷം അംഗങ്ങളാണ്. ഈ രാജ്യത്തെ സമരത്തിന് നേതൃത്വം നൽകിയത് INTUC ആണ്. അതിനൊന്നും സംശയമില്ല. ഞാൻ പറഞ്ഞതുപോലെ രാജ്യത്തെ തൊഴിലാളികളെ 64 കോടിയോളം വരുന്ന നരക ജീവിതത്തിലുള്ള തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ സമരം കൈകോർത്തുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ ഈ സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനിയന്ത്രിത ആഗോളവൽക്കരണത്തിൻ്റെയും അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെയും സൂക്ഷ്മ സാമ്പത്തിക കൊള്ളയുടെയും ഒക്കെ പേരിൽ തൊഴിലാളികളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പിരിച്ചുവിടൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. മിനിമം വേതനം അതുപോലും നൽകാൻ തയ്യാറാകുന്നില്ല. നമുക്കറിയാമല്ലോ രേണുക, EPF, ESI തുടങ്ങിയ സുരക്ഷാ പദ്ധതികൾ അതെല്ലാം തകർക്കുകയാണ് ഈ രാജ്യത്ത് ഗവൺമെൻറ്. ജോലി സമയം ആ കോഡ് ഉപയോഗിച്ച് 8 മണിക്കൂർ എന്നുള്ള ജോലി സമയം 12 മണിക്കൂറാക്കാനുള്ള രാജ്യത്തിൻ്റെ തയ്യാറെടുപ്പ്. നോട്ട് നിരോധനം എന്ന് പറഞ്ഞ ഭ്രാന്തൻ നിയമം, GST, പാവപ്പെട്ട തൊഴിലവസരങ്ങളെല്ലാം ജീവനക്കാർക്ക്, തൊഴിലാളികൾക്ക്, വ്യവസായിക്ക് നടത്താൻ പറ്റാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വൻകിട പൊതുമേഖല മഹാരത്ന, നവരത്ന കമ്പനികളും ബാങ്കുകളും LICകളെല്ലാം ഇന്ന് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അടിയറ വയ്ക്കുന്ന സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ രാജ്യം. നമുക്കറിയാം, എയർ ഇന്ത്യയിലും എയർലൈൻസ് ആയാലും എല്ലാം കോർപ്പറേറ്റ് അടിയറ വയ്ക്കുകയാണ്. ഈ രാജ്യത്തെ കോർപ്പറേറ്റ് അടിയറ വയ്ക്കുന്നതിനെതിരെയാണ് ഇന്ന് ആഹ്വാനം ചെയ്ത സമരം എന്ന് പറയുന്നത്. വിലക്കയറ്റം താങ്ങാൻ പറ്റുന്നതാണോ? ഓരോ ദിവസം കഴിഞ്ഞ് ചുരുക്കി പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന നരേന്ദ്രമോദി ഭരണം കൊണ്ട് എക്കണോമിക്കിൽ തിയറിയുണ്ട്. റിച്ച് വിൽ ബിക്കം റിച്ച് ആൻഡ് റിച്ച്, പുവർ വിൽ ബിക്കം പുവർ ആൻഡ് പുവർ. ദരിദ്രനായിക്കൊണ്ടേയിരിക്കുന്നു. പാവപ്പെട്ട കച്ചവടക്കാരന് GST, നോട്ട് നിരോധനം അവന് നടത്താൻ കഴിയുന്നില്ല. പക്ഷേ പണക്കാരനോ കോർപ്പറേറ്റുകൾക്കോ എയർലൈൻസ് ആയാലും എയർ ഇന്ത്യയിലും എല്ലാം കൊടുത്ത് അവരുടെ ലോഡുകൾ എഴുതിത്തള്ളുകയാണ്. ഈ രാജ്യത്ത് നമ്മൾ കണ്ടില്ലേ, പണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് പാവപ്പെട്ട കർഷകൻ്റെ ലോൺ എഴുതിത്തള്ളിയപ്പോൾ നരേന്ദ്രമോദി ചെയ്തെന്താണ്? കോർപ്പറേറ്റുകളുടെ ലോൺ എഴുതിത്തള്ളുകയാണ്. ഇതെന്താ രാജ്യത്ത് നടക്കുന്ന ഭ്രാന്ത നിയമം? ഇതിനെതിരെ INTUCയും എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് BMS ഒഴികെയുള്ള സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് സമരം ചെയ്തതിന് നേതൃത്വം കൊടുത്തത് INTUC ആണ്. അത് രാജ്യത്ത് ഒന്നാകെ കൊടുത്തത് ഈ രാജ്യത്തെ ഭരണത്തിനെതിരെ, രാജ്യത്തെ ഭ്രാന്ത നിയമങ്ങൾക്കെതിരെ, നയങ്ങൾക്കെതിരെ നേതൃത്വം കൊടുത്തത് തന്നെയാണ്. ഈ നയങ്ങൾ രാജ്യത്തെ ആകെ ബാധിക്കുന്നതാണ്. രാജ്യവ്യാപക പ്രക്ഷോഭമാണ് ആഹ്വാനം ചെയ്തത്. ബീഹാറിലേതുപോലെ ഒരു ഐക്യം പക്ഷേ മറ്റിടങ്ങളിൽ സാധ്യമായില്ല എങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് എന്ന് CPM പറയുന്നു. നോക്കൂ, കേരളത്തിൽ നമ്മൾ ഒരുമിച്ചാണ് സമരം ചെയ്തെങ്കിലും കേരളത്തിൽ നമ്മൾ വേറിട്ട ഒരു സമരരൂപമായിരുന്നു. നമ്മൾ INTUC സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമായിരുന്നു ഇന്നത്തെ സമരമുറയ്ക്ക് രൂപം കൊടുത്തത്. കാരണം എന്നെന്ന് രേണുവയ്ക്കരെയും എൻ്റെ ഈ ചർച്ച കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഇവർ തമ്മിലുള്ളൊരു നെക്സസ് ഉണ്ടല്ലോ, BJP CPM കൂട്ടുകെട്ട്. അവർ തമ്മിലുള്ള നെക്സസ്, കേരള ഹൗസിൽ പോകുമ്പോൾ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള കാപ്പുകൂടി. കേരളത്തിലെ നമ്മുടെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു RSSുമായി സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഞാനിപ്പോൾ അങ്ങോട്ട് നടക്കുന്നില്ല. അതൊക്കെ നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു നെക്സസ്, അവർ തമ്മിലുള്ള അന്തർധാര ഉള്ളതുകൊണ്ട് കേരളത്തിൽ INTUC സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമാണ് ഈ സമരത്തിന് രൂപം നൽകിയത്. പിന്നെ ഇവിടെ രേണു ചോദിച്ചു, ഇന്നത്തെ സമരത്തിന് ചില പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം, സമരത്തിന് INTUC 100% പിന്തുണയ്ക്കുന്നു. എന്നാൽ ഇന്ന് നടന്ന ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നില്ല. അങ്ങനെ INTUC ആക്രമണം നടത്താൻ ആഹ്വാനവും ചെയ്തിട്ടില്ല. ഇവിടെ നടന്ന അക്രമങ്ങൾ അതിനൊന്നും INTUC ആഹ്വാനം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ INTUC സമാധാനപരമായി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ, നരേന്ദ്രമോദി ഭരണത്തിനെതിരെ,
ജനങ്ങളെ അല്ലെങ്കിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഒരു കൈ കൊടുക്കാൻ, ഒരു കരം കൊടുക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. അത്തരത്തിലുള്ള സമരമുറകളുമായിട്ടാണ് ഇന്ന് നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഇവിടെ രേണുക ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് നടന്ന പ്രശ്നങ്ങൾ, കണ്ടക്ടറെ ഹെൽമറ്റ് വെച്ച ആളിനെ ഇറക്കി അടി കൊടുത്തതും ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കില്ല. നടന്നാൽ ഇവിടെ ഇന്ന് നടന്നത് ഒരു പോലീസ് സ്പോൺസേഡ് അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ സ്പോൺസേഡ് സമരമാണോ എന്ന് നമുക്ക് പറയുന്നതിൽ തെറ്റില്ല. അത് കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത് അങ്ങനെയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ എന്താണ് നടന്നത് രേണുക? അവിടെ എത്രയോ വർഷങ്ങളായി അവിടെ ആ വലിയ നമ്മളൊക്കെ പഠിച്ച ഏറ്റവും വലിയ സർവകലാശാലയുടെ കഥവ് പോലും ആ തേക്കിൻ്റെ കളറുള്ള, തേക്കിൻ്റെ നിറമുള്ള ആ കഥവിനെയൊക്കെ പൊട്ടിച്ചകത്ത് കയറുകയാണ്. ആരാ സംരക്ഷണം? പോലീസ്. അവിടെ ലാത്തി ചാർജ് കണ്ടോ? ഇല്ല. ജലപീരങ്കി കണ്ടോ? കണ്ടില്ല. പിന്നെ കുറച്ചുപേർ റിമാൻഡ് ചെയ്തു. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം നമ്മൾ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒറ്റവാക്കി പറയുന്നു, അക്രമങ്ങൾക്ക് കോൺഗ്രസ് തയ്യാറല്ല. പാവപ്പെട്ട നമ്മുടെ പ്രവർത്തകരെ ചെടിച്ചട്ടി എടുത്തെറിഞ്ഞതാണ് ഈ കേരളത്തിൽ. ആരാ സഹാക്കൾ? കൂട്ടുന്നേരാ പോലീസ്, മന്ത്രിമാരുടെ ഗൺമാൻ. അതൊക്കെ പറയണമെങ്കിൽ ഒരുപാടുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങൾ കണ്ണുപോയി. ഞങ്ങൾ സഹോദരങ്ങൾ സമരം ചെയ്താൽ മന്ത്രിക്കെതിരെ, ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ സമരം ചെയ്താൽ തെരുവിൽ നേരിടുമെന്നാണ് പാർട്ടി ആഹ്വാനം ചെയ്തത്. യൂണിവേഴ്സിറ്റി സമരം ചെയ്തപ്പോൾ പാർട്ടി സെക്രട്ടറി നേതൃത്വം കൊടുക്കണം. ഞാൻ ഒറ്റ പേര് കൂടി പറഞ്ഞു നിർത്താം. രേണുക, എനിക്കൊരു സംശയമുണ്ട്. ഇന്നലെ ഇവിടെ ഈ ഇന്നത്തെ സമരത്തിന് ആഹ്വാനം പാർട്ടിയുടെ കൺവീനർ TK രാമകൃഷ്ണൻ വന്ന് ഈ സമരത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് രാവിലെ എല്ലാവരും വരണം, ബസ്സുകൾ ഓടും. നോക്കണേ, ഇവിടെ രണ്ടു തരം ഭരണമാണോ നടക്കുന്നത് കേരള സർക്കാരിൽ? അതായത് പാർട്ടിയുടെ കൺവീനർ പറയുന്നു നാളെ ആരും പുറത്തിറങ്ങരുത്, സമരത്തോട് സഹകരിക്കണം, ഇവിടെ വാഹനങ്ങളൊന്നും പുറത്തിറങ്ങുന്നു പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ ഒരു വകുപ്പ് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി അത് പറഞ്ഞപ്പോ ഇന്ന് വാഹനങ്ങൾ ഓടിയിരുന്നെങ്കിൽ അങ്ങനെ ചോദിക്കായിരുന്നു. എന്തായാലും വാഹനമൊന്നും ഓടിയില്ല. ഇല്ല, അത് പാതി വഴിയിൽ അത് നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മന്ത്രി പറഞ്ഞത് വെള്ളത്തിൽ വരച്ച വരയായി മാറി. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് എല്ലാവരും നാളെ യാത്ര ചെയ്തോളണം, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊള്ളണം, വണ്ടിക്ക് ഒരു കുഴപ്പമില്ല ഓടുമെന്ന് പറയുകയും വണ്ടി ഓടില്ലായിരുന്നു. രണ്ടു തരം ഭരണമാണ് ഈ കേരള സർക്കാർ നടക്കുന്നത്. അത് പറയണ്ടേ? എന്തിനാണ് മന്ത്രി ആഹ്വാനം ചെയ്ത് ബസ്സുകൾ ഓടുന്നത്? പാവപ്പെട്ട ജനങ്ങൾ ഇറങ്ങിയെന്നേ, യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങി, അവരെയൊക്കെ തലക്കടിച്ച് പൊട്ടിക്കാന്നുള്ള അതൊരു ഭ്രാന്തൻ നിയമമല്ലേ? അങ്ങനെ മന്ത്രിയെ വിശ്വസിച്ച് പുറത്തിറങ്ങിയവർ, വണ്ടി വരുമെന്ന് കാത്തിരുന്നവർ മണിക്കൂറുകളോളം ബസ് സ്റ്റാൻഡുകളിൽ അവർ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി എന്നതൊരു വസ്തുതയാണ്. അതേസമയം സ്റ്റേഷൻ മാസ്റ്റർ പോലും പലയിടങ്ങളിലും എത്തിയിട്ടില്ല എന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ശ്രീ CK ഹരികൃഷ്ണൻ, നിങ്ങൾ തുടർ